അയ്യോ, നല്ല പനിയുണ്ട്. മക്കളാരും വിളിക്കാൻ വന്നില്ലേ? എന്തായിരുന്നു ഇന്നലെ രാത്രിയിലത്തെ ഇടിയും മഴയും? രാത്രി ഒരു ഗ്ലാസ് വെള്ളത്തിന് ദാഹിച്ച ആരെ വിളിക്കും? ചെറിയ പ്രായെന്ന വിചാരം. നാട്ടിലെ സകലമാന മനുഷ്യരോട് സ്നേഹത്തോടെ പെരുമാറും. എല്ലാവർക്കും വാരിക്കോരി കൊടുക്കുകയും ചെയ്യും. ആ നിങ്ങൾക്ക് മക്കളോടും ബന്ധുക്കളോടും മാത്രം ഇഷ്ടക്കേട്. സുനന്ദയുടെയോ വിജയന്റെയോ അടുത്ത് പോയി നിന്നൂടെ? അപ്പോ എനിക്ക് എൻ്റെ ഈ മോളെ നഷ്ടപ്പെടില്ലേ? ഭക്ഷണം വെക്കുകയും വിളമ്പുകയൊക്കെ ചെയ്യേണ്ടത് കൈകൊണ്ടല്ല, മനസ്സുകൊണ്ടാണ്. എങ്കിലേ അതിന് രുചിയുണ്ടാവും. സ്നേഹത്തിൻ്റെ അളവ് കുറയും തോറും ഭക്ഷണവും കഴിക്കാൻ തുടങ്ങും. ബന്ധങ്ങൾ വെറും ചടങ്ങുകളാവും. വല്ലപ്പോഴും നീ ഉണ്ടാക്കിത്തരുന്ന ഈ കഞ്ഞിയും ഉപ്പുകാവൊക്കെ മതി ഇനി ഈ വയസ്സിനെ പിടിച്ചു നിൽക്കാൻ. മതി മതി മതി. ആ കൈ ഒന്ന് കാണിച്ചേ. ഓ, 80 വയസ്സ് വരെ ഭയപ്പെടാനേയില്ല. ഒരു ചെറിയ കാർമേഘം പോലും ഇല്ല. അത് സുമിത്രയുടെ മോള് വന്നില്ലേ? ഇല്ല, കൊണ്ടുവരാൻ ആള് പോയിട്ടുണ്ട്. ആ കുട്ടി ഇതെങ്ങനെയാ സഹിക്കുക?
ഞങ്ങളുടെ KKP സാർ എങ്ങനെയാന്നോ, ശബ്ദം താഴ്ത്തി പാൻറ്റീസ് ഒന്ന് താഴ്ത്തോ മോളെ എന്ന ഒച്ചയില ഡിപ്പാർട്ട്മെന്റിൽ പോയി ചോക്ക് എടുത്തോണ്ട് വരുമെന്ന് ചോദിക്കുക. ആണോ? എന്നിട്ട് നിന്നോട് അയാള് ചോക്കെടുത്തോണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ടോ? പൊടിയാടുന്നു. ഞങ്ങളുടെ PT സാറിന്റെ കാര്യം പറഞ്ഞാല് ചിരിച്ച് മണ്ണ് കപ്പും. കൂട്ടി തൊട്ട് അശുദ്ധാക്കല്ലേ മാധവൻകുട്ടി. എന്താ തൊട്ടാല് എന്താ ഉണ്ടാവാ നോക്കാലോ. അതിന്റെ അടിയിൽ ചുവന്ന ചില അടിയൊഴുക്കുകളുണ്ട്. കഴുതേ, നിന്നോടാരാ ഞങ്ങളുടെ ഈ തീണ്ടാരിപ്പുരയിൽ ഞങ്ങളുടെ ഔട്ട് ഹൗസിൽ വരാൻ പറഞ്ഞേ? ചേച്ചി നമുക്ക് ക്രിക്കറ്റ് കളിക്കാം. പൊടാസത്തെ. സൂത്രക്കുട്ടി, നീയും സുബൈദയും എന്നെ കുഞ്ഞടുപ്പെന്നല്ലേ വിളിക്കാറുള്ളത്? ഈ കുഞ്ഞടുപ്പിൽ വല്ലാതെ കനലെരിയുന്ന ചില രാത്രികളിൽ ഞാൻ വിചാരിക്കാറുണ്ട്, എന്നെ കീറി പറിക്കാൻ ആരും വരാത്തതെന്ത്? ഞാൻ രാത്രിയിൽ ജനലുകൾ മലർക്കെ തുറന്നിട്ടിരിക്കുന്നു. ഈ പുതപ്പിനുള്ളിൽ ഞാൻ പൂർണ്ണ നഗ്നയും. ഒരു കിടിലൻ കാറ്റുപോലും വരുന്നില്ലല്ലോ. ഇന്നലെ ഒരാന ഓല കാലി ചവിട്ടി പിടിച്ച് കയറുന്ന കണ്ടപ്പോ ശരിക്കും കൊതിയായി. ആ, അത് പോട്ടെ. ഗുരുവായൂർ തൊഴാൻ പോയപ്പോ ഉണ്ടായ തമാശ ഞാൻ നിന്നോട് പറഞ്ഞില്ലല്ലോ. അമ്മ തൊഴുതിറങ്ങി വരുന്നതും കാത്ത് നിൽക്കുകയായിരുന്നു ഞങ്ങൾ. അവിടെ നിന്നിരുന്ന ഒരു ആനയുടെ 5-ാം കാലില്ലേ? ആ, അത് തന്നെ. അത് വലുതായി വരുന്നു. അത് താണ് നിലം തൊടാറായി. രസം അതല്ല, കണ്ടു നിന്ന ഒരാള് നീ എന്തു നോക്കി നിൽക്കുകയാണെന്ന് അലറി അയാളുടെ ഭാര്യ അവിടുന്ന് വലിച്ചിഴച്ചു കൊണ്ടുപോയി. ചിരിച്ച് തല കുത്തി മറിയാൻ തോന്നി എനിക്ക്. തരക്കാരോടല്ലേ അസൂയ വേണ്ടത്? നമ്മുടെ ഔട്ട് ഹൗസിന്റെ 2-ാം വോള്യം. അല്ലെങ്കിലും മുഖ്യമായതിനോടായിരുന്നില്ലല്ലോ, അതിൻ്റെ തൊട്ടടുത്തുള്ളതിനോടായിരുന്നു അവൾക്ക് എപ്പോഴും ഇഷ്ടം. ഗാന്ധിയെ അല്ല നെഹ്റുവിനെ, സത്യനെയോ നസീറിനെയോ അല്ല മധുവിനെ, EMSനെ അല്ല AKGയെ, യേശുദാസിനെ അല്ല AM രാജയെ, രമണനെ അല്ല മദനനെ, വീടിനെ അല്ല ഒരക്കൂടിനെയാണ് അവൾ കൂടുതൽ സ്നേഹിച്ചത്. തീണ്ടാരിപ്പുരയും മുരക്കൂടയും പോലെ സ്വകാര്യമായ ചില ഇടങ്ങളില്ലെങ്കിൽ ജീവിതം എത്ര പൊതുവാണ്. നോക്കൂ, ഇപ്പോൾ ഞാൻ എത്ര പൊതുവാണ്. ഒരു പ്രദർശന വസ്തു, കല്ലോ കടലാസ് കീറോ പോലെ ആർക്കും എടുത്ത് പെരുമാറാവുന്നത്. മരണത്തോടെ നഷ്ടപ്പെടുന്നത് ഒരാളുടെ സ്വകാര്യതയാണ്. കൃഷിയൊക്കെ എങ്ങനെയുണ്ട്? കുറച്ച് ഇഞ്ചി നെല്ലൊക്കെ ഉണ്ട്. ഇക്കൊല്ലം ഇഞ്ചി കുറച്ച് വാട്ടുണ്ടായി. പിന്നെ എല്ലാം കൂടി ഇങ്ങനെ ഒപ്പിച്ചു പോകണം. നിങ്ങൾ സംസാരിച്ചിരിക്കെ, ഞങ്ങളിപ്പോൾ വരാം. വലിക്കോ? വടക്കിനിപ്പുര നഷ്ടപ്പെട്ടല്ല എനിക്ക് അധിക സങ്കടം. നമ്മൾ ചുവപ്പന്മാരുടെ ഒരു ഒളിത്തവളായിരുന്നു അത്. എന്നാലും ഗീതേ, നിന്റെ പൂതി തീർന്നില്ലേ? എവിടെ, വെറുതെ അടി. ഒരു തണുപ്പനാ പൊട്ടൻ.
ജനലഴികളിൽ കാല് കയറ്റി വെച്ച് വിറപ്പിച്ച് സാരി തള്ളിയിടും ഞാൻ. ആ വഷളൻ എണീറ്റ് പോയി സാരി ഉയർത്തി എന്റെ കാലുകൾ മൂടി ചെന്ന് കിടക്കും. സുമിത്രേ, പോട്ടെ സൂത്രക്കുട്ടി, ഇനി എന്നാ നമ്മളെ കാണാന്ന് അറിയില്ല. കല്യാണം കഴിഞ്ഞാൽ ജീവിതം നമ്മുടെ പിടിവിട്ട് പോയില്ലേ.